പൊളിറ്റീഷ്യന്മാരെ നിങ്ങൾ പെട്ടെന്ന് പിടിച്ച് ഉപദേശിമാരാക്കരുത്. ഞാനൊരു യോഗത്തിന് വരും, പിന്നെ അവരുടെ പ്രസംഗമായി ചിരിച്ച് പ്രസംഗിക്കും. പക്ഷേ നമുക്ക് വേണ്ടത് അവർ പൊളിറ്റീഷ്യൻസായിട്ട് നിൽക്കണം. രാഷ്ട്രീയക്കാരെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അവർ MLA ആയിട്ട് തുടരണം, അവർ മന്ത്രിയാകണം. അവരെ കൊണ്ട് സഭയ്ക്ക് നാളെ പ്രയോജനം വരട്ടെ. അവരെ പെട്ടെന്ന് ഉപദേശിമാരാക്കരുത്. അങ്ങനെ കുമ്പനാട്ട് കൺവെൻഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരിക്കലും കിട്ടാത്ത ഭയങ്കര ഒരു മാധ്യമ ശ്രദ്ധയാണ് കുമ്പനാട്ട് കൺവെൻഷന് ഈ പ്രാവശ്യം കിട്ടിയത്. അതിന് കാരണം മറ്റൊന്നുമല്ല, പാസ്റ്റർ ബാബു ചൊറിയാന്റെ ശബ്ദത്തിൽ ആ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരിക. പെന്തക്കോസ്ത് എന്ന വിഭാഗത്തിന് വേണ്ടി സംസാരിക്കാൻ ചിലർ നമ്മുടെ അസംബ്ലിയിൽ ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം. പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിൽ പലരും ഇങ്ങനെയൊരു സമൂഹം ഇവിടെ ഉണ്ടെന്ന് തെളിയിച്ചല്ലോ. അറിവുള്ള രാഷ്ട്രീയക്കാർ പറഞ്ഞത് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ ഇനിയുള്ള കാലത്ത് ജയം തീരുമാനിക്കുന്ന ബന്ധിക്കോസാരാണ്. നമുക്കിതൊന്നും അറിയില്ല. രാഷ്ട്രീയക്കാർ ഇതിൻ്റെയൊക്കെ കണക്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ ഗ്രൂപ്പല്ല, നമ്മൾ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അനേകം റിയാക്ഷൻ വീഡിയോസ് ചെയ്തവരുണ്ട്. എന്നാൽ എന്തുകൊണ്ട് അനുകൂലിക്കുന്നു എന്നുള്ളത് പിന്നീട് ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യാം. എന്നാൽ എന്തുകൊണ്ട് ജനം പ്രതികൂലിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് തലമുറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 80s 90s ആയിരുന്ന കിഡ്സ്, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തേത് കണ്ടു വളർന്നവരാണ്, ഇപ്പോഴത്തേത് കണ്ടുകൊണ്ടിരിക്കുന്നവരുമാണ്. അങ്ങനെ ഒരു വല്ലാത്ത കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണ് ആ ഒരു പീരീഡ് ഓഫ് ടൈമിലുണ്ടായിരുന്ന ഗ്രൂപ്പ് ഓഫ് തലമുറ ഇന്ന് ആയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സഹിത്വം, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാത്തവരാണെങ്കിൽ നിശ്ചയമായിട്ടും പതറിപ്പോകുന്ന ഒരു വല്ലാത്ത കാലത്തിലാണ് ആ ഗ്രൂപ്പ് ഓഫ് തലമുറ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏത് തീരുമാനിക്കണം, ഏത് തിരഞ്ഞെടുക്കണം, ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ഈ നേതാക്കന്മാരെന്ന് പറയുന്നവർ തന്നെ പെന്തക്കോസ്തിനെ വല്ലാതെ പിച്ച് കീറിക്കൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് തലമുറയിലാണ് ഞാനും ആയിരിക്കുന്നത്. കാരണം ചെറുപ്പം മുതൽ തന്നെ ഞങ്ങൾ കേട്ടു വളർന്ന ഒരു കാര്യമാണ്, രാഷ്ട്രീയത്തിൽ കൊടിപിടിക്കാൻ പോവരുത്, അവിടുത്തെ ചെങ്കൊടി പിടിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചായിരിക്കണം. അതിനകത്തിൽ മതമില്ല, സ്ഥാനമില്ല, പദവിയില്ല, നിസ്വാർത്ഥമായിട്ട് ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ശബ്ദിച്ച ശബ്ദങ്ങൾ നേതാക്കന്മാരിൽ തന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ എന്ന് പ്രസംഗിച്ചവർ, അതിനുവേണ്ടി നിന്നവരും അതിനുവേണ്ടി പോരാടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ കേട്ട ഒരു പേരാണ് ക്യാപ്റ്റൻ സാമുവൽ സാർ എന്നുള്ള ഒരു ഭക്തൻ്റെ ചരിത്രം. ആ ഭക്തന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് പ്രസംഗിക്കുന്നു അത് തന്നെ ജീവിതത്തിൽ നല്ല ശക്തമായി തെളിയിച്ചവരാണ്. ആത്മീകവും രാഷ്ട്രീയവും കൊണ്ട് ഒരിക്കലും കൂടിച്ചേരുവാൻ അവർ സമ്മതിക്കില്ലായിരുന്നു. ഇങ്ങനെയുള്ള ശക്തരായ ഭക്തന്മാരൊക്കെ അവർ പദവിയിൽ നിൽക്കുന്നവർക്ക് അതിൻ്റെതായ സ്ഥാനങ്ങളും മാനങ്ങളും ബഹുമാനങ്ങളും ഒക്കെ കൊടുക്കുമെങ്കിലും ദൈവസന്നിധമായിട്ട് ഒരിക്കലും ഇത് കൂടിച്ചേരാൻ സമ്മതിക്കത്തില്ല. രാഷ്ട്രീയമായിക്കോട്ടെ, കോടതി ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ആരായാലും ശരി, ദൈവ സാന്നിധ്യത്തിൽ വന്ന് അതിനെ ഇണയില്ല പിണ ചേരുവാൻ ഒരിക്കലും ഇങ്ങനെയുള്ള ശക്തരായ ഭക്തന്മാർ ആ കാലത്ത് സമ്മതിക്കില്ലായിരുന്നു. എന്നാൽ ഇന്ന് പെന്തക്കോസ്ത് കൺവെൻഷനൊക്കെ രാഷ്ട്രീയക്കാർ ഏറ്റെടുത്തോ എന്ന് തോന്നുമാറും രാഷ്ട്രീയത്തെ മാറ്റി നിർത്തി നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോയാൽ പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ എന്താണ് അന്നത്തെ ഭക്തന്മാർ ചെയ്തതും പ്രസംഗിച്ചതും എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ക്യാപ്റ്റൻ സാമുവൽ സാറിൻ്റെ വാക്കുകളിലേക്ക്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഗുജറാത്തിൽ ജാംനഗറിൽ വലിയ കൺവെൻഷന് വേണ്ടി എന്നെ ക്ഷണിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ ജാംനഗർ അവിടെ ചെന്നപ്പോൾ അവിടെ അന്നേരം പാസ്റ്ററും അവിടുത്തെ കമ്മിറ്റി ചർച്ച് മെമ്പേഴ്സും അവിടെ ഇല്ലായിരുന്നു. ശ്രദ്ധിക്കണേ, ഇല്ലായിരുന്നു. ഞാൻ അപ്പോൾ അവിടുത്തെ ഉച്ചയായപ്പോൾ അവിടുത്തെ സഹോദരിമാർ, പാസ്റ്റർ ഭാര്യയും കുറച്ച് സഹോദരിമാരുണ്ടായിരുന്നു. എനിക്ക് ആഹാരം തന്നു. ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്ററും കൗൺസിൽ മെമ്പർ, അവരുടെ ചർച്ച് സെക്രട്ടറിയും അവരെല്ലാം 8-10 പേര് ഒന്നിച്ച് വന്നു. പാസ്റ്റർ വലിയൊരു മാലയും എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ സ്തോത്രം സ്തോത്രം, നമ്മുടെ 2 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കർത്താവ് കേട്ടു. 2 ദിവസം ഉപവാസിച്ചു. ഇവിടെ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ഏറ്റവും വലിയ ഗുജറാത്തിലെ വലിയ VIP ആയ രഞ്ജോഡ് ഭായ് ഇന്ദിരാഗാന്ധിയുടെ റൈറ്റ് ഹാൻഡാണ്, MP യുമാണ്. ഇന്ദിരാഗാന്ധി റൈറ്റ് ഹാൻഡ് നമ്മുടെ കൺവെൻഷന് വന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞു അദ്ദേഹം. അതുകൊണ്ട് ഞങ്ങൾ 2 ദിവസം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം ഇത് സമ്മതിച്ചത്. അദ്ദേഹം വളരെ ധൃതിയുള്ള മനുഷ്യനാണ്. 2 മിനിറ്റോ അല്ലെങ്കിൽ കൂടുതൽ 5 മിനിറ്റേ നമ്മളിവിടെ കാണുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം വളരെ ധൃതിയുള്ള മനുഷ്യനായതുകൊണ്ട് പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരികയാണെങ്കിൽ ഒരു 5 മിനിറ്റത്തേക്ക് നിർത്തിയിട്ട് അദ്ദേഹത്തെ സ്റ്റേജിലോട്ട് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് മാലയിട്ടിട്ട് പിന്നെ അദ്ദേഹം എന്തെങ്കിലും 2-3 മിനിറ്റ് പറയും. പിന്നെ നമ്മൾക്ക് ഇഷ്ടം പോലെ അഹമ്മദാബാദിൽ ധൈര്യം പോലെ ഈ ഗ്രൗണ്ട് നമുക്ക് അനുവദിച്ചു തന്ന അദ്ദേഹമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടാണ് ഇതെല്ലാം കർത്താവ് കേട്ടത്.
ഞാൻ ഉടനെ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങളെന്നെ ഇവിടെ വരെ വിളിച്ചതുകൊണ്ട് വളരെ നന്ദി, ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞു. അതെന്താ പോകുന്നത്? ഞാൻ പറഞ്ഞു, രഞ്ജോട് ഭായി വന്നിട്ടുണ്ട്, അദ്ദേഹം പ്രസംഗിക്കട്ടെ, നിങ്ങൾ യോഗം നടത്തട്ടെ. അതിന് എന്താ കാര്യം? അദ്ദേഹം വന്ന് 5 മിനിറ്റ് ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് എന്താ നമുക്ക് സാഹചര്യമായിട്ടും ഇതേ ഇല്ല. ഉടനെ പറഞ്ഞു, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു, അദ്ദേഹം പ്രസംഗിച്ചോട്ടെ, ഞാൻ പോവുകയാണെന്ന്. ഞാൻ പെട്ടിയെടുത്ത് ഗേറ്റിന് വെളിയിലിറങ്ങി. അന്നേരം തന്നെ ഉടനെ പാസ്റ്ററുടെ ഭാര്യയും വേറെ 2 പേരും ഓടി വന്ന് പെട്ടി പിടിച്ചു. ഞാൻ പറഞ്ഞു, അവരറിയാം പാസ്റ്ററെ അങ്ങനെ വിട്ടാൽ നമുക്ക് തെറ്റായി പോകും, അങ്ങനെ വിടരുത് എന്ന് പറഞ്ഞു. അന്നേരം പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററും സെക്രട്ടറി അദ്ദേഹം ഒരു വക്കീലാണ്, അവിടുത്തെ മലയാളികളാണ് ഇവരെല്ലാം. അവർ പറഞ്ഞു, ഈ പാസ്റ്റർ ഒരു തുറന്ന മനസ്സുള്ളവനെന്നാണ് വിചാരിച്ചത്, ക്യാപ്റ്റൻ എന്നൊക്കെ കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു തുറന്ന മനസ്സുള്ള, ഇയാൾ ഇത്ര ഇടുങ്ങിയ മനസ്സുള്ളവനാണ് ഇപ്പോഴാണല്ലോ മനസ്സിലായത്, ഇദ്ദേഹത്തിന് പ്രസംഗിച്ചങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് സഹോദരൻ, എൻ്റെ മനസ്സ് ഇടുങ്ങിയ മനസ്സാണ്, ഞാൻ അതുകൊണ്ട് പോവുകയാണ്, നിങ്ങളെ ഞാൻ കഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ തന്ന ആഹാരത്തിന് ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോയി. സഹോദരിമാർ കരയുകയും പെട്ടി പിടിക്കുകയും. ഒടുവിൽ സഹോദരിമാർ പറയുകയാണ്, പാസ്റ്റർ ഭാര്യ പറയും, ഈ കർത്താവിൻ്റെ ദാസനെ അങ്ങനെ പോകാൻ അനുവദിച്ചാൽ നമ്മുടെ മേൽ വലിയ ശിക്ഷയുണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്ററും 10-12 പേരുണ്ട്. ഒടുവിൽ അവർ മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഈ മീറ്റിംഗ് എന്നെ ഏൽപ്പിക്കാമെങ്കിൽ ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. ഒടുവിൽ കുറച്ച് നേരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വെച്ച് പറഞ്ഞു, ആട്ടെ ഏൽപ്പിച്ചേക്കാമെന്ന്. ഏതായാലും ഇദ്ദേഹത്തെ വിളിച്ചത് നമ്മുടെ ഇനിയും നമുക്കിവിടെ നിൽക്കാൻ ഒക്കുകയില്ല, ഇത് ഒടുവിലത്തെ യോഗമാണ് എന്ന് പാസ്റ്റർ പറഞ്ഞു. ഇനിയും നമുക്കിവിടെ യോഗം ഉണ്ടാകാൻ ഒക്കുകയില്ല, ഏതായാലും വിളിച്ചു വന്നല്ലോ, ഇനി അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, രഞ്ജോട് ഭായിക്ക് സ്റ്റേജിൻ്റെ അടുക്കിൽ നിന്നും കസേര ഇടരുത്, സോഫ സെറ്റിനും സ്റ്റേജിൻ്റെ പുറകിലിട്ടേക്കണം, ഈ മാല അവിടെ കൊണ്ടുവരികയും വരുത് എന്ന് പറഞ്ഞു. മീറ്റിംഗ് ഞാൻ ലീഡ് ചെയ്തോളാം, അതിന് സമ്മതമാണോ എന്ന് ചോദിച്ചു. എന്നെ മീറ്റിംഗ് ലീഡ് ചെയ്യാൻ അനുവദിക്കാമെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒടുവിൽ പിന്നെ അവർ അങ്ങ് സമ്മതിച്ചു. അവിടെ ചെന്ന് മീറ്റിംഗ് തുടങ്ങി. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10-12 കാർ വരുന്നുണ്ട് സോഫ സെറ്റ് പുറകിൽ. ഞാൻ പറഞ്ഞു, രഞ്ജോട് ഭായി മനുഷ്യനായതുകൊണ്ട് സത്യദൈവത്തെ ആദരിച്ച് ശാന്തമായി പുറകിൽ ക്രമീകരിച്ചിരിക്കുന്ന സീറ്റുകളിൽ ഇരിക്കും, തൻ്റെ കൂടെ വന്ന എസ്കോട്ടും ബോഡി ഗാർഡ്സ് എല്ലാം ശാന്തമായി അവിടെ സ്ഥലങ്ങളിൽ ഇരിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞു. രഞ്ജോട് ഭായിയും പാർട്ടിയെല്ലാം പുറകിൽ ശാന്തമായി അവിടെ ഇരുന്നു. 5 മിനിറ്റ് നേരത്തേക്ക് വന്ന അദ്ദേഹം മുഴുവൻ പ്രസംഗവും കേട്ടു. ഒടുവിൽ വന്ന് എൻ്റെ അടുക്കൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കൈകുപ്പി പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് പോയി. പിറ്റേ ദിവസവും രഞ്ജോട് ഭായി വന്നു മുഴുവൻ. 3-ാമത്തെ ദിവസം യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ എഴുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എഴുന്നേറ്റുന്നത് രഞ്ജോട് ഭായി, 10-60 വയസ്സുള്ളവനാണ്, എഴുന്നേറ്റു. 5-ാമത്തെ ദിവസം സ്നാനപ്പെടാനുള്ളവർ മുൻപോട്ട് കൊടുത്തപ്പോൾ ആദ്യം എഴുന്നേറ്റു 22 പേര് വന്നതിന് കൂട്ടത്തിൽ രഞ്ജോട് ഭായി മുൻപിൽ വന്ന് മുട്ടുകുത്തിയത്. 22 പേരെ അന്ന് സ്നാനപ്പെടുത്തി. ആ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഞായറാഴ്ചയുടെ സഭായോഗം തീരുകയാണ്, മീറ്റിംഗ് കഴിയാണ്, വൈകിട്ട് യോഗമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു മീറ്റിംഗ് നടത്താൻ ഞങ്ങളുടെ ആളുകളെല്ലാം കൂടും. ഞാൻ വൈകിട്ട് മീറ്റിംഗ് എല്ലാം ചെല്ലാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ വലിയ ബംഗ്ലാവാണ്, 2 നില കെട്ടിടം. 2 നിലയിൽ ഒരു മുറിയിൽ മഹാത്മാഗാന്ധി വന്ന് വിശ്രമിച്ച സ്ഥലം അതേ ഓർമ്മയ്ക്കായിട്ട് ആ തലേണയും ബെഡ്ഷീറ്റും എല്ലാം അതുപോലെ വെച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി ഉപയോഗിച്ച ടവലെല്ലാം അവിടെയാണ് മഹാത്മാഗാന്ധി വന്ന് അവിടെ വരുമ്പോൾ വിശ്രമിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്നു. ജമ്മുവിൽ വന്നപ്പോൾ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ഗുജറാത്തുകാരനായിരുന്നു. അദ്ദേഹം എനിക്ക് എഴുത്തെഴുതി, ഇത്ര സിംഹം പോലെ ഇരുന്ന ആൾ ഇത്ര ശാന്തനായത് എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ തന്നെ എഴുതാനിടയായി. പിന്നെ ഈ രഞ്ജോട് ഭായി പറഞ്ഞു, ഇന്ദിരാഗാന്ധിയോട് സുവിശേഷം പറയണം. അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ റൈറ്റ് ഹാൻഡ് ആയിരുന്ന ആളാണ്. അപ്പോൾ 10-15 മിനിറ്റ് അവിടെ ഡൽഹിയിൽ അവർ ക്രമീകരിച്ചു. ഞാൻ പറഞ്ഞു 15 മിനിറ്റ് കൊണ്ടൊന്നും നടക്കുകയില്ല, കുറഞ്ഞ ഒരു 2 മണിക്കൂറെങ്കിലും. അങ്ങനെയാണെങ്കിൽ ജമ്മു കാശ്മീരിലോ ഗുജറാത്തിലോ അവർ വിസിറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും സർക്യൂട്ട് ഹൗസിൽ അവസരം കിട്ടുകയാണ് ചെയ്യാമെന്ന് അങ്ങനെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നുവെന്ന് അറിയുവാനിടയായത്. ഞാൻ പറഞ്ഞത് എൻ്റെ മിടുക്കുകൊണ്ട് കാര്യം നടന്നെന്നല്ല, ഞാൻ ദൈവവചനത്തെ ആദരിച്ചപ്പോൾ ഇത്ര വലിയവനായ രഞ്ജോട് ഭായി കർത്താവിൻ്റെ മനുഷ്യനായി വന്നു. അദ്ദേഹം അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ പോകാൻ പെട്ടിയെടുത്തിറങ്ങിയതാണ് വിളി. അതുപോലെ നിങ്ങളെ എവിടെയെങ്കിലും വചനവിരുദ്ധമായി കാണുന്നിടത്ത് നിങ്ങൾ ശുശ്രൂഷിക്കരുത്. അവരോട് പറയണം, ആദ്യത്തെ ദിവസം തന്നെ പറയണം, ഈ അനുഗ്രഹം എന്ന് നിങ്ങൾ പരസ്യം ചെയ്ത് തെറ്റായിപ്പോയി, അത് നിങ്ങൾ ഏറ്റു പറയാമെങ്കിൽ മാത്രമേ ഞാൻ ശുശ്രൂഷിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് വചനമാകുന്ന വാളെടുത്തുകൊണ്ട് ധൈര്യമായി നിൽക്കണം. ഇനിയും പറ, അന്നത്തെ പെന്തക്കോസ്തും ഇന്നത്തെ പെന്തക്കോസ്തും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വേല വേല എന്ന് ചൊല്ലി വേലിയില്ല സ്ഥലം പോലെ, വേല വേല എന്നു ചൊല്ലി വേലിയില്ല പോലെ, നാലുപാട് തുറന്നുള്ള ജാല സുവിശേഷകരെ, നാലുപാട് തുറന്നുള്ള ജാല സുവിശേഷകരെ കൊണ്ടുവാ നീ ഈ പാപികളെ കൊണ്ടുവാ നീ. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ അവരുടെ പക്ഷം ചേരുകയില്ല, അവർ നിങ്ങളുടെ പക്ഷം ചേരും. എങ്ങനെയെങ്കിൽ നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ, ഉത്തമമായത് ചെയ്താൽ ദൈവം നമുക്ക് പക്ഷത്ത് നിൽക്കും. അങ്ങനെയെങ്കിൽ എവിടെയാണ് അധമമായത് ചെയ്തത്? ആരാണ് ഈ അധമമായത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരാണ് ദൈവത്തിന് പരിമിതി വെച്ച് മനുഷ്യരിലേക്കുള്ള ആശ്രയം തിരിയുന്നത്? നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം.
ജനത്തിന് നേരെ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. പണ്ടുള്ള പിതാക്കന്മാരുടെ വാക്കുകൾ കേട്ടുവന്ന ഞങ്ങൾക്ക് ഇന്നുള്ളത് കാണുമ്പോൾ അറിയാതെ പ്രതികൂലിച്ചു പോകുന്നു. ഏത് ശരി ഏത് തെറ്റെന്ന് മനസ്സിലാക്കുവാൻ ഈ അന്ത്യനാളുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹിത്വവും സഹായവും പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദവും ധാരാളമായി ഓരോ വ്യക്തികളും പ്രാപിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. ഈ സമയത്ത് ഒരു പാട്ട് ഓർത്തു പോകുന്നു. ശക്തി കാഴ്ച ശബ്ദങ്ങൾ എനിക്കേറെ വേണം, വിശ്വാസം പോയിൽ നിൽക്കുവാൻ. ശക്തി കാഴ്ച ശബ്ദങ്ങൾ ഏറെ വേണം, വിശ്വാസപ്പോരിൽ നിൽക്കുവാൻ. പത്മോസിലെത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം, പത്മോസിലെത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം, വിശ്വാസത്യാഗമില്ലാതെ